ഈ ഒരു വീഡിയോ നമ്മുടെ ഒരു ഗൾഫ് ജോലിയുമായി ബന്ധപ്പെട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 100% ട്രസ്റ്റ് ചെയ്യാവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ നിങ്ങൾക്കൂടെ കാണാം ഗവൺമെൻറ് ഓഫ് കേരളയുടെ ലോഗോ, നിങ്ങൾക്കൂടെ കാണാം എ ഗവൺമെൻറ് ഓഫ് കേരള അണ്ടർടേക്കിംഗ്, അതായത് നമ്മുടെ കേരള സർക്കാരിൻ്റെ കീഴിലുള്ള ഓവർസീസ് ഡെവലപ്മെൻറ്റ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് പ്രൊമോഷൻ കൺസൾട്ടൻസ് ലിമിറ്റഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇതുവഴി ഒരുപാട് റിക്രൂട്ട്മെൻറ്റ് നിങ്ങൾക്കൂടെ കാണാം. റിക്രൂട്ട്മെൻറ്റ് 12,000+ റിക്രൂട്ട്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. 50+ ലൊക്കേഷനിലേക്ക് 100+ ക്ലയൻറ്റ് ഉണ്ട് അവർക്ക്. അതുപോലെ തന്നെ വിസിറ്റേഴ്സ് കൗണ്ടൊക്കെ ഇവിടെ കാണാം. അപ്പോൾ ഇതുവഴി എന്താണ് നമുക്ക് 100% ട്രസ്റ്റ് ചെയ്യാവുന്ന ഗവൺമെൻറ് ത്രൂ നമുക്ക് എന്താണ് മറ്റു രാജ്യങ്ങളിലേക്ക് അപേക്ഷ നൽകാവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ പറയുന്ന ODEPC എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് നിലവിൽ കുറച്ച് വേക്കൻസികളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ചാണ് വീഡിയോ ചെയ്യുന്നത്. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെല്ലാവരും കൂടെ ഒന്ന് ആഞ്ഞു പിടിച്ചാൽ നമുക്ക് 100K പെട്ടെന്ന് എത്താൻ പറ്റുമ്പോൾ 92.7K ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകേണ്ടത് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ചെയ്യാൻ ലിങ്ക് തരും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ODEPC റിക്രൂട്ട്മെൻറ്റ് ആണ് താഴെ വരാം. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾ ഞാൻ ഫോക്കസ് ചെയ്തിരിക്കുന്നത് 150 ഇലക്ട്രീഷ്യൻ എന്ന് പറയുന്ന അപ്രൻറ്റീസ് ഇലക്ട്രീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും പറയുന്നത്. ബാക്കിയുള്ള നോട്ടിഫിക്കേഷൻ്റെ കാര്യങ്ങളും ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് അവിടെ കാണാം. നോട്ടിഫിക്കേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. നോട്ടിഫിക്കേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നേരെ ആദ്യം ഞാൻ പറയുന്നത് ഇലക്ട്രീഷ്യൻ എന്നുള്ള പോസ്റ്റിൻ്റെ ഉണ്ടോ, ബാക്കി ഡ്രൈവറിൻ്റെ പോസ്റ്റൊക്കെ ഉണ്ട്. അദ്ദേഹം വീഡിയോയുടെ അവസാന ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്, അവിടെ പറയാം. അപ്പോൾ ആദ്യം ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഇവിടെ കാണാം നിങ്ങൾക്ക് അപ്രൻറ്റീസ് ഇലക്ട്രീഷ്യൻ. ഇതിൽ നിങ്ങൾക്ക് പോസ്റ്റിംഗ് ലൊക്കേഷൻ കാണാം, UAE അതുപോലെ തന്നെ 14 ഫെബ്രുവരിക്കാണ് അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 23 ഫെബ്രുവരി നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങളുടെ സാലറി AD ആണ്, നിങ്ങൾക്കിവിടെ കാണാം 980 AD ആണ് മന്ത്ലി. അതായത് നമുക്കൊരു എക്സ്ട്രാ ടൈം കൂടെ വർക്ക് ചെയ്യുകയാണെങ്കിൽ 10-25ൻ്റെ മുകളിൽ നമുക്ക് 25,000 മുകളിൽ നമുക്ക് ഒപ്പിക്കാം. പിന്നെ റൂം കാര്യങ്ങൾ വിസ എല്ലാം ഫ്രീ ആണ് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. എല്ലാം കമ്പനി നിർവഹിക്കുന്നതാണ്. അപ്പോൾ ജോബ് ഡീറ്റെയിൽസിൽ 150 വേക്കൻസിയാണ്. ഫ്രഷേഴ്സ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയുള്ളവർക്കും അപ്ലൈ ചെയ്യാം, ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ്. യാതൊരുവിധ എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല. മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ ഇതിലേക്ക് അപ്ലൈ പറ്റുള്ളൂ. IT ആണ് യോഗ്യത വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്കിവിടെ കാണാം. IT അല്ലെങ്കിൽ അതിന് തുല്യമായുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫ്രഷേഴ്സ് ക്യാൻ ഓൾസോ അപ്ലൈ ആണ്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഏജ് ലിമിറ്റ് 35 വയസ്സ് വരെ അതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, പെട്ടെന്ന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടി വരും. പിന്നെ സാലറി എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ സാലറി വരുന്നത് 700 പ്ലസ് ഫുഡ് അലവൻസ് ഒരു 280 അങ്ങനെയാണ് വരുന്നത്, 950 പ്ലസ് നിങ്ങൾ എന്താണ് മിനിമം 2 hours ഡെയിലി നിങ്ങൾ വർക്ക് ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 150 AD മുതൽ 125 AD പെർ മന്ത്ലി ആയിരിക്കും. ഓക്കെ, ഓൾ ടൈം നമുക്ക് പെർ മന്ത്ലി ആയിരിക്കും കേട്ടത്. പെർ മന്ത്ലി നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, 150 ഇനി ഡേ വൈസ് ആണോന്ന് അറിയില്ല കേട്ടോ. മിനിമം 2 hours ഡെയിലി നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി നമുക്ക് എന്താണ് ഒരു 150 to 175 AD വരെ നമുക്ക് കൂട്ടാൻ പറ്റുമെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 1000 മുകളിൽ അല്ലെങ്കിൽ 1100 വരെയൊക്കെ നമുക്ക് മാക്സിമം കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ നമുക്ക് ഏകദേശം 25ൻ്റെ മുകളിൽ സാലറി നമുക്ക് പ്രതീക്ഷിക്കാം. അക്കോമഡേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാം പ്രൊവൈഡഡ് ബൈ കമ്പനിയാണ് അത് നൽകുക. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ നിങ്ങൾക്ക് യാതൊരുവിധ കോസ്റ്റും ഇല്ല, അതും കമ്പനി നിർവഹിക്കും. വിസ നമുക്ക് കമ്പനി നൽകും, നമുക്ക് അതിന് ക്യാഷ് കൊടുക്കേണ്ട ആവശ്യമില്ല. എയർ ടിക്കറ്റ് നമുക്ക് എന്ത് ചെയ്യും, 550 AD നമുക്ക് ആര് തരും, നമ്മുടെ കമ്പനി തരും. ആ 550 AD എന്ന് പറയുന്നത് നമ്മൾ ചിലപ്പം ടിക്കറ്റ് എടുക്കേണ്ടി വരും, പക്ഷേ അത് എന്ത് ചെയ്യും, റീഫണ്ട് ചെയ്യും. ഈ 550 AD നിങ്ങൾക്ക് തരും. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് ഒരു ടിക്കറ്റ് എടുത്ത് നിങ്ങൾക്ക് അതിലും കുറഞ്ഞ ടിക്കറ്റ് എടുക്കാം, അങ്ങനെയൊക്കെ ഉണ്ട് സംഭവം അതിൽ. അപ്പോൾ പിന്നെ മെഡിക്കൽ ഇൻഷുറൻസ് നിങ്ങൾക്ക് കമ്പനി നൽകുന്നതാണ്. ഓക്കെ, ഇതിനൊന്നും നമ്മൾ വേറെ എക്സ്ട്രാ ക്യാഷോ കാര്യങ്ങളൊന്നും കൊടുക്കണ്ട. അപ്പോൾ ഇൻ്റർവ്യൂ നടക്കും, ഇതിലേക്ക് പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുക. അങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ. അത് മാർച്ച് 1st വീക്കിലായിരിക്കും നടക്കുക. അത് നിങ്ങളെ മെയിലായിട്ടോ അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ടൊക്കെ നിങ്ങളെ അറിയിക്കും. നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്തിട്ടാണെങ്കിൽ ലൊക്കേഷൻ വരുന്ന ഇൻ്റർവ്യൂടെ തിരുവനന്തപുരം, തൃശ്ശൂരിലായിരിക്കും കേട്ടോ. 2 സ്ഥലത്തുണ്ട്, തിരുവനന്തപുരം ഉണ്ടായിരിക്കും, തൃശ്ശൂരിലും ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതിലേക്ക് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 രീതിയിൽ അപ്ലൈ ചെയ്യാം. ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്നത് 2 രീതിയിലും അപ്ലൈ ചെയ്യാനാണ്. ഇപ്പോൾ അതിലേക്ക് നമുക്ക് എന്താണ് ഈ ഒരു അഡ്രസ്സിലേക്ക് നിങ്ങൾക്കിവിടെ കാണാൻ trainees_abroad@odepc.in എന്ന് പറയുന്ന ഈ ഒരു അഡ്രസ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം, മെയിൽ ചെയ്യാം. ഓക്കെ, ഒന്ന് അതാണ്. അതിലേക്ക് നമ്മൾ മെയിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ CV നമ്മൾ അയച്ചു കൊടുക്കണം, പാസ്പോർട്ട് സ്കാൻ ചെയ്തിട്ട് അയച്ചു കൊടുക്കണം, മറ്റു സർട്ടിഫിക്കറ്റ് എന്തൊക്കെയാണോ വെച്ചാൽ സർട്ടിഫിക്കറ്റ് എല്ലാം സ്കാൻ ചെയ്ത് അയച്ചു കൊടുക്കണം. ഓക്കെ, നമ്മൾ മെയിൽ എഴുതുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ സബ്ജക്റ്റ് എന്നുള്ളത് അപ്രൻറ്റീസ് ഇലക്ട്രീഷ്യൻ എന്ന് കൊടുക്കണം. അത് നിങ്ങൾക്ക് February 3 ഉള്ളിൽ നിങ്ങൾക്ക് ചെയ്യാം. അതിലുപരി നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതെങ്ങനെയാണെന്നുള്ളത് കാണിക്കാം ഞാൻ. അപ്പോൾ ആദ്യം നിങ്ങളിത് ചെയ്യാം. ഇത് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും, നമുക്ക് വളരെ ഈസിയാണ്. ഇത് കോപ്പി ചെയ്യാം. ഇതാണ് കേട്ടോ കംപ്ലീറ്റ് അഡ്രസ്സ്, trainees_abroad@odepc.in വരണ്ടേ. ഓക്കെ, ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നത് കാണാമെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഞാൻ കോപ്പി ചെയ്യാം. ഞാൻ മെയിൽ ചെയ്യുന്നൊന്ന് കാണിക്കാം. ഞാൻ മെയിലിൽ ഇവിടെ ഞാനത് കൊടുക്കാം. 2 എന്നുള്ളിടത്ത് നമ്മളത് കൊടുക്കുക. അവിടെ സബ്ജക്റ്റ് എന്നുള്ളൊരു കോളം ഉണ്ടാവും നിങ്ങൾക്ക്. ഈ സബ്ജക്റ്റിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്നതാ
അപ്രൻറ്റീസ് ഇലക്ട്രീഷ്യൻ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, ടൈപ്പ് ചെയ്യണം സബ്ജക്റ്റിൽ. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഒരു കവർ ലെറ്ററൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതിണ്ടാക്കാം. ഈ പോസ്റ്റിലേക്ക് എങ്ങനെയാണ് താല്പര്യപ്പെടുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ മറ്റെന്തെങ്കിലും വളരെ ഷോർട്ടാക്കിയിട്ട് എന്തെങ്കിലും മറ്റു കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യേണ്ടല്ലോ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ എഴുതാം. ഇനി ഇവിടെ അറ്റാച്ച് എന്നുള്ളതിൽ പോയിട്ട് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ ഇതിലേക്ക് അറ്റാച്ച് ചെയ്തിട്ട് സെൻഡ് കൊടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഏതെങ്കിലും ഒരു രീതിയിൽ അപ്ലൈ ചെയ്താൽ മതിയാകും, പക്ഷേ അതൊന്നും അവർ പ്രത്യേകമായിട്ട് പറയുന്നില്ല. പക്ഷേ നമുക്ക് അല്ലാതെ തന്നെ ഇതിൽ രജിസ്റ്റർ ചെയ്യാം, ODPCൻ്റെ വെബ്സൈറ്റിൽ തന്നെ രജിസ്റ്റർ ചെയ്യാം. ഇത് രജിസ്റ്റർ ചെയ്യാതെ നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇങ്ങനെ അപ്ലൈ ചെയ്താലും അത് ആക്സെപ്റ്റഡ് ആണ്, കാരണം അവർ ഈ സജസ്റ്റ് ചെയ്യുന്നത് ഈ രീതിയിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ODPCയുടെ വെബ്സൈറ്റ് ത്രൂ അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വരാം അപ്ലിക്കേഷൻ ഫോം എന്നുള്ള ഭാഗമുണ്ട്, ക്ലിക്ക് ചെയ്യുക എന്നുള്ളത് ഓപ്പൺ ആക്കാം. അത് ഓപ്പൺ ആക്കി നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഇതിലൊരു രജിസ്ട്രേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ രജിസ്റ്റർ ഹിയർ എന്നുള്ളത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് ലോഗിൻ പേജാണ് വന്നിരിക്കുന്നത്. രജിസ്റ്റർ ചെയ്താൽ നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ രജിസ്റ്റർ ഹിയർ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാം എംപ്ലോയർ ആയിട്ടാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 2 ഓപ്ഷൻസ് ഇവിടെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ, സോറി ഇതാ കാൻഡിഡേറ്റ് ഓർ എംപ്ലോയർ, ഇങ്ങനെ 2 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മളിതിൽ കാൻഡിഡേറ്റ് ആയിട്ടാണ് സെലക്ട് ചെയ്യേണ്ടത്. കാൻഡിഡേറ്റ് എന്നുള്ള രജിസ്റ്റർ ഹിയർ എന്ന് കൊടുക്കാം. ഇനി നമ്മളെന്ത് ഇവിടെ കാൻഡിഡേറ്റ് എന്നുള്ള സെലക്ട് ചെയ്യണം കേട്ടോ. അവിടെ എംപ്ലോയറിൽ നിന്നാണ് ബൈ ഡിഫോൾട്ടായിട്ട് ഇത് വന്ന് കിടക്കുന്നത്. നമ്മൾ ഇവിടെ രജിസ്റ്റർ ആസ് കാൻഡിഡേറ്റ്സ് എന്നുള്ളത് വരണം. അപ്പോൾ അതിന് നമ്മൾ കാൻഡിഡേറ്റ്സ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. നിങ്ങളുടെ ഫുൾ നെയിം കാര്യങ്ങളൊക്കെ അടിച്ച് രജിസ്റ്റർ എന്ന് കൊടുക്കാം. അങ്ങനെ കംപ്ലീറ്റ് രജിസ്ട്രേഷൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ തന്നെ നിങ്ങൾക്ക് ലോഗിൻ ബട്ടൺ ഉണ്ട്. ഇല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ കയറിയിട്ട് വീണ്ടും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ ലോഗിൻ അടിച്ചാൽ നിങ്ങൾക്ക് ലോഗിൻ പേജ് വരും. ഇതിൽ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതാ ഫോർ എക്സാമ്പിൾ ഇവിടെ ഇതിൻ്റെ അടുത്ത് തന്നെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഇവിടെ നോട്ടിഫിക്കേഷൻ എന്നുള്ളതുണ്ട്. ആ നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ റിക്രൂട്ട്മെൻറ്റിൻ്റെ വേക്കൻസിയിലേക്ക് തന്നെ പോകും. അപ്രൻറ്റീസ് ഇലക്ട്രീഷ്യൻ അപ്ലൈ എന്നുള്ള ബട്ടൺ അതിൻ്റെ നേരെ അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ലോഗിൻ ആണെങ്കിൽ ഇത് ലോഗിൻ ചോദിക്കില്ല, നേരെ എന്ത് ചെയ്യും, ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുന്ന ആ ഒരു ഭാഗത്തേക്കാണ് പോവുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒന്നും ഇല്ലായിരിക്കും. അങ്ങനെ നമ്മളത് ആ രീതിയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി വേറെ ഏതൊക്കെ നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഞാൻ കാണിക്കാം. നോട്ടിഫിക്കേഷൻ നമ്മളിപ്പോൾ കാണിച്ചിരിക്കുന്ന നോട്ടിഫിക്കേഷൻ്റെ ആ ഒരു പേജ് എടുക്കാം. ടോപ്പിൽ മെനു ജോബ് ഓപ്പണിംഗ് എന്നുള്ളത് കാണാം. ഈ ജോബ് ഓപ്പണിംഗ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ 4 ഓപ്പണിങ്സ് ആണ്, 4 കാറ്റഗറിയാണ് വിളിച്ചിരിക്കുന്നത്. ഒന്ന് നിങ്ങൾക്ക് കാണാം മെയിൽ കാൻഡിഡേറ്റ്സിനാണ് ഇൻഡസ്ട്രിയൽ നേഴ്സ് UAയിൽ. പിന്നെ അതിൻ്റെയൊക്കെ ക്ലോസിംഗ് ഡേറ്റ് കൂടെ കാണിക്കട്ടോ, March 7 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ഇതിപ്പോൾ നമ്മൾ പറഞ്ഞു അപ്രൻറ്റീസ് ഇലക്ട്രീഷ്യൻ നമ്മൾ പറഞ്ഞു. ഇതിന് ഇലക്ട്രിക്കൽ സൈറ്റ് എഞ്ചിനീയർ, ഇതൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് വേണ്ട പോസ്റ്റാട്ടോ. അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾ നോക്കുക. 26/2 നേരെ വ്യൂ ഡീറ്റെയിൽസ് നോക്കിയാൽ മതി. പിന്നെ ഹെവി ബസ് ഡ്രൈവർ ഫോർ ഏവിയേഷൻ ആണ്, എയർ സൈഡിലേക്കാണ്, അതായത് 26/2 അതിൻ്റെതും, അതും UAയിലേക്കാണ്. ഇവിടെ വ്യൂ ഡീറ്റെയിൽസ് എടുക്കുക. അപ്പോൾ അത്യാവശ്യം നല്ല സാലറി ഉള്ള പോസ്റ്റാണ്. 50,000 മുകളിൽ നമുക്ക് സ്റ്റാർട്ടിങ് സാലറി ഉണ്ട്. കൂടെ കാണാം 2700 AED ആണ് മന്ത്ലി ഗ്രോസ് സാലറി ആയിട്ട് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് മറ്റു അലവൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, കൂടുതൽ വർക്കിംഗ് അവേഴ്സും ഇതൊക്കെ മാറുമ്പോൾ മറ്റ് അലവൻസും കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതിലേക്ക് എക്സ്പീരിയൻസ് വേണം. എക്സ്പീരിയൻസിൻ്റെ മാത്രമല്ല, എക്സ്പീരിയൻസ് വേണം. UAE GCC ഹെവി ബസ് ഡ്രൈവിംഗ് ലൈസൻസും ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇംഗ്ലീഷൊക്കെ അത്യാവശ്യം ഒന്ന് കൈകാര്യം ചെയ്യാൻ അറിഞ്ഞിരിക്കണം. 10ാം ക്ലാസ് മതി. യോഗ്യത 25 to 40 ഏജ് ലിമിറ്റ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ 100 വേക്കൻസി അതിലുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള നമ്മുടെ അബ്രോഡിലേക്കൊക്കെ പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ട്രസ്റ്റഡ് ആയിട്ട് യാതൊരുവിധ മറ്റു ചാർജോ അല്ലെങ്കിൽ മറ്റു വിസ ചാർജോ ഒന്നും കൊടുക്കണ്ട. കമ്പനി നിർവഹിക്കുന്നതാണെങ്കിലൊക്കെ ഇതിൽ വളരെ ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് നോക്കിയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക്. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. താങ്ക്